വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇതിപ്പോൾ പുറത്തേക്കെങ്ങും പോകാനായിട്ട് വഴിയില്ല, ചിലപ്പോൾ ഇവിടെയെങ്ങാനും കാണും, നീ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ എന്നിങ്ങനെ ഭാമ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം നൂറാണെങ്കിൽ സ്കൂട്ടിയിൽ വരുന്നുണ്ട്. അന്നേരം എന്താ കാര്യം ചോദിക്കുമ്പോൾ രാഘവേട്ടനെ എവിടെയെങ്കിലും കാണാനില്ല എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ പുറത്തോട്ട് പോയെന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, വടക്കേ അറയ്ക്ക് മുന്നിൽ ചിലപ്പോഴൊക്കെ നിൽക്കുന്നത് കാണാമെന്ന്, എങ്കിൽ അവിടെ കൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവും ഭാമയും നൂറും പൊന്നി പിന്നെ ശാന്തയും എല്ലാവരും കൂടി ചെല്ലുന്നുണ്ട്. തുടർന്ന് പെട്ടെന്നാണെങ്കിൽ വിഷ്ണു അങ്ങോട്ട് വാതിലങ്ങോട്ട് തുറക്കുമ്പോൾ അവിടെയാണെങ്കിൽ തറയിൽ രാഘവൻ നായർ ഇരിക്കുന്നുണ്ട്. ഒരു പാത്രം നിറയെ പലഹാരമായിട്ടാണ് ഇരിക്കുന്നത്. ഇവരുണ്ടാക്കി വെച്ചതിൽ നിന്ന് ഒരു പാത്രം നിറയെ പലഹാരമായിട്ട് അതിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ഇവരിങ്ങനെ ആകെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ ശ്രദ്ധിക്കണില്ല, അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണുവിനാണെങ്കിൽ രാഘവൻ നായരുടെ ആ ഒരു ഓർമ്മപ്പശ കാണുമെന്നുള്ളത് മനസ്സിലാക്കി വളരെ വിഷമത്തോടു കൂടിയാണെങ്കിൽ വിഷ്ണു ആണെങ്കിൽ രാഘവൻ നായരുടെ അടുത്തേക്ക് തറയിലിരിക്കുന്നുണ്ട്. അന്നേരം അതാണല്ലേ എടുത്തു വെച്ചിരിക്കുന്ന പലഹാരങ്ങളിൽ കുറവ് കാണുന്നത് എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം അച്ഛന് കഴിക്കണമെങ്കിൽ അവിടെ അപ്പുറത്തങ്ങാണ് ഇരുന്ന് കഴിച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതേടാ മക്കളെ, നിൻ്റെ അമ്മയാണെങ്കിൽ എനിക്ക് കഴിക്കാനായിട്ട് ഒന്നും തരില്ല, ഉണ്ടാക്കുന്ന എല്ലാം അവൾ വിറ്റ് കാശാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ അങ്ങ് കഴിക്കുകയാണ്. അന്നേരം എല്ലാവർക്കും അങ്ങ് സങ്കടമാവുന്നുണ്ട്. തുടർന്ന് ഭാമയാണെങ്കിൽ ആകെ വിഷമിച്ചങ്ങ് പോകുന്നുണ്ട്. പൊന്നി ശാന്തയും നൂറും ഒക്കെ ഭാമയുടെ പിന്നാലെ പോവുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് കണ്ണീരൊക്കെ വരുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ നോക്കിയിട്ട്, അച്ഛൻ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതിന് മുന്നേ ചോദിക്കുന്നുണ്ട്, മക്കൾക്ക് വേണോടാ മോനെ, നല്ല രുചിയുണ്ട്, അച്ഛനല്ലേ തരുന്നതെന്നും പറഞ്ഞിട്ട് ഒരു പഴംപൊരി ഇങ്ങനെ വെച്ച് നീട്ടുകയാണ്. അന്നേരം എന്തിനാ ഞങ്ങളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ, മോന് വിഷമമായോ, എങ്കിൽ അച്ഛൻ കഴിക്കുന്നില്ല, എന്നാ ഇത് കൊണ്ടുവച്ചേരെന്ന് പറഞ്ഞിട്ട് പാത്രത്തോടെ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. വിഷ്ണു അതെടുത്തങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് അകപ്പാടെ അങ്ങ് സങ്കടം. പക്ഷേ രാഘവൻ നായർ പിന്നെ അങ്ങ് ഓർമ്മ പോയ പോലെ അങ്ങ് രാഘവൻ നായർ തറയിൽ കിടക്കുന്ന ഭക്ഷണമൊക്കെ മുറുക്കും അച്ചപ്പത്തിൻ്റെ പൊടിയൊക്കെ എടുത്ത് വീണ്ടും അതെടുത്തങ്ങ് കഴിക്കുകയാണ്. അന്നേരവും വിഷ്ണുവിന് ഇങ്ങനെ നോക്കി സങ്കടപ്പെട്ടിരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അന്നേരമാണ് വിഷ്ണുവിന് കൂടുതൽ മനസ്സിലാവുന്നത് അച്ഛൻ്റെ ഈ അസുഖം കൂടുതൽ മൂർധന്യ അവസ്ഥയിലേക്ക് പോവുകയാണ് എന്നുള്ളത്. തുടർന്നാണെങ്കിൽ ഭാമ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. നൂറും പൊന്നിയും ശാന്തയും ഒക്കെ ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. അന്നേരം രാഘവേട്ടൻ്റെ അസുഖത്തിൻ്റെയാണ് ഇതൊക്കെ കാണിക്കുന്നത്. ആ ഡോക്ടർ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ കാശ് ഒരുപാട് വേണം, പക്ഷെ അതിനൊരു മാർഗ്ഗവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ നൂറ് പറയുന്നുണ്ട്, മാർഗ്ഗമുണ്ട്, പരിശുദ്ധം കറി മസാല സംഘടിപ്പിക്കുന്ന ഫുഡ് കോമ്പറ്റീഷൻ, അതിൻ്റെ ഒന്നാം സമ്മാനം 10 ലക്ഷം രൂപയാണ്, അതിൽ പങ്കെടുത്താൽ നമ്മൾ ജയിക്കും, ആ ഒരു കാശ് കൊണ്ട് നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന കാശ് കൊണ്ട് അച്ഛൻ്റെ ചികിത്സക്കായിട്ട് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ അത് മത്സരം എന്നൊക്കെ പറഞ്ഞ് ഭാമ നിൽക്കുകയാണ്. അന്നേരം ശാന്ത പറയുന്നുണ്ട്, ഞാനുണ്ടല്ലോ സത്യാമ്മേ, നമുക്ക് പങ്കെടുക്കാം, നമ്മൾ ജയിക്കുമെന്ന് പറയുമ്പോൾ പൊന്നിയും പറയുന്നുണ്ട്, സമ്മതിക്കുക സത്യാമ്മേ, നമ്മൾ ജയിക്കുമെന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എല്ലാവരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അപ്പോൾ പങ്കെടുക്കാം അല്ലേ എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ നൂറാണെങ്കിൽ സത്യഭാമയുടെ കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അതെ, അപ്പോൾ നമ്മൾ പങ്കെടുക്കുകയാണ്, നമ്മൾ ജയിക്കുകയും ചെയ്യും, നമുക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും ചെയ്യും, അതിപ്പോൾ ചികിത്സയ്ക്ക് വേണ്ട ക്യാഷ് നമുക്ക് അങ്ങനെ സംഘടിപ്പിക്കുകയും ചെയ്യാം, നമ്മളെ ജയിക്കൂ, നമ്മളാണ് ജയിക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് നൂറ് ഭാമയ്ക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ സുസ്മിതയാണെങ്കിൽ പാചക ബുക്കൊക്കെ നോക്കിയിരുന്ന് ഓരോന്ന് ചേരുവകളൊക്കെ ഇങ്ങനെ കാണാതെ പഠിക്കുകയാണ്. അവിടെ ഹാളിൽ സെറ്റ് ചെയ്തിരുന്നുണ്ട്. അന്നേരം രോഹിതല്ല ജഗദീപ് ആണെങ്കിൽ ഇതും കണ്ടുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ പാചകം കാണാതെ പഠിക്കാനുള്ള കൂട്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഇത് പഠിച്ച് പരീക്ഷ പാസ്സായി തന്നെ നേരെ ചൊവ്വ ഒരു ചായയുടെ വെള്ളം പോലും തിളപ്പിക്കാൻ അറിഞ്ഞുകൂടാത്തവരാണ് പിന്നെ പാചക മത്സരത്തിന് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട്, അപ്പോൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്നിങ്ങനെ സുസ്മിത ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട്, എൻ്റെ സുസു പിന്നെ പരീക്ഷ വല്ലതും ആണെങ്കിൽ കാണാതെയൊക്കെ പഠിച്ച് പാസ്സാകാം, ഇതിപ്പോൾ പാചക മത്സരമാകുമ്പോൾ ചെയ്ത് തന്നെ പഠിക്കണമെന്ന് പറയുകയാണ്. അന്നേരം ചിറ്റപ്പനാണെങ്കിൽ ഏതോ ഒരു ഷെഫിനെ കൊണ്ട് വലിയൊരു ഹോട്ടലിലെ ഷെഫിനെ കൊണ്ട് എന്നെ പാചകം പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുകയാണ്. അന്നേരം മത്സരത്തിന് ഷെഫിനെയും ചിറ്റപ്പനെയും കൊണ്ട് പോകാനായിട്ട് പറ്റില്ലല്ലോ, സുസു എന്നെ ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. അന്നേരം ഇങ്ങനെയുള്ള മത്സരമാകുമ്പോൾ കറി മസാല കൂട്ടിൻ്റെ മത്സരമാകുമ്പോൾ കറി മസാല കൂടുതലുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പറയുന്നത്, ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും പാടില്ല സുസു, പാചകം നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം, അപ്പോൾ ഫ്രിഡ്ജിൽ മീൻ പൊരിക്കുന്നത് പഠിക്കണമെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ നല്ല ഫ്രഷ് മീൻ ഇരിപ്പുണ്ട്, ഞാൻ അത് പഠിപ്പിച്ച് തരാമെന്ന് പറയുകയാണ്. അന്നേരമാണെങ്കിൽ പിന്നെ അപ്പോൾ ഒരു കൈ നോക്കാമല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ചെറിയ കളിയൊക്കെയാണ്, ഒരു കൈയല്ല 2 കൈ നോക്കണം, 2 കൈയും വെച്ച് മീനൊക്കെ ഇങ്ങനെ നല്ലോണം വരിഞ്ഞ് മസാലയൊക്കെ ചേർത്തേ ഉണ്ടാക്കത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് അത് പരീക്ഷിച്ച് നോക്കാമെന്നുള്ളൊരു ഉദ്ദേശം വരികയാണ്. അന്നേരം എൻ്റെ സുസു സുസു എന്നും പറഞ്ഞ് ജഗദീപ് നിർബന്ധമായിട്ടൊക്കെ സ്നേഹത്തോടെയൊക്കെ വിളിക്കുകയാണ്, സുസ്മിതയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്.
അന്നേരം ജഗദീപിൻ്റെ പിന്നാലെ സുസ്മിതയും പോകുന്നുണ്ട്. എന്നിട്ട് അടുക്കളയിൽ ചെന്ന ശേഷം ഒരു ഫ്രഷ് മീൻ, ഇതാണ് നമ്മുടെ ഫ്രഷ് മീൻ എന്നൊക്കെ പറഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു മീൻ തന്നെയാണ്, അതിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇതങ്ങോട്ട് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇതിൽ മസാലയൊക്കെ തേക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ തന്നെ പിടിക്കണമെന്നും പറഞ്ഞ് ഇഷ്ടമില്ലാതെ സുസ്മിത ഇതങ്ങോട്ട് പിടിക്കുകയാണ്. അന്നേരം നീ അല്ലാതെ പിന്നെ ആര് പിടിക്കും, ഇതേ മസാല ഇതിങ്ങനെ ഇങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ആ മസാല കൂട്ടെല്ലാം മീനിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തേക്കുകയാണ്. ജഗദീപും കൂടെ ചെയ്യുന്നുണ്ട്, സുസ്മിതയോടും ചെയ്യാൻ പറയുകയാണ്. അന്നേരം സുസ്മിത ആണെങ്കിലും ഇഷ്ടമില്ലാത്ത രീതിക്ക് നിൽക്കുമ്പോൾ അത് നിന്നെ കടിക്കത്തൊന്നുമില്ല, ചത്തിട്ട് ദിവസങ്ങളായി എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഇത് കൊണ്ടുപോയി ആ എണ്ണയിലേക്ക് ഇട്, ഇത് ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം സുസ്മിതയാണെങ്കിൽ അത് കൊണ്ടുപോയി പിന്നെ ഗ്യാസിൽ പിന്നെ ഫ്രൈ പാനൊക്കെ പിന്നെ ഗ്യാസൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്, സ്റ്റവ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണയാണ്, സൂക്ഷിച്ചതിലേക്ക് ഇടണം എന്നൊക്കെ ജഗദീപ് കൊട്ടേഷൻ വിടുകയാണ്. എന്നിട്ട് ജഗദീപ് അവിടെ പോയിരുന്നിട്ട് ഈ കോമ്പറ്റീഷൻ്റെ നോട്ടീസൊക്കെ എടുത്തു വെച്ചിരുന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അത് കറക്റ്റ് തീ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നോക്കണം, വേവ് അനുസരിച്ച് മറിച്ചിടണം എന്നൊക്കെ ഇങ്ങനെ കൊട്ടേഷൻ വിടുന്നുണ്ട്. അന്നേരം സുസ്മിതയ്ക്ക് ഇതങ്ങോട്ട് പിടിക്കുന്നില്ല, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ മത്സരത്തിൽ നീ എല്ലാം പിന്നെ ഞാൻ വന്നിരുന്ന് ചെയ്യുമെന്ന്. തുടർന്ന് സുസ്മിത പോയി കൈ കഴുകുന്നുണ്ട്. അന്നേരം കൈയും കഴുകിക്കൊണ്ടിരിക്കുകയാണോ, അതവിടെ ഇരുന്ന് കിടന്ന് കരിഞ്ഞു, അങ്ങോട്ട് പെട്ടെന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ജഗദീപ് പറയുന്നുണ്ട്. പിന്നെ കൈ പിന്നെ കഴിവണ്ടേ എന്ന് പറഞ്ഞിട്ട് സുസ്മിത അതിനടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ജഗദീപിൻ്റെ ഓരോരോ കൊട്ടേഷൻ കേട്ടിട്ട് പറയുകയാണ്, പിന്നെ അങ്ങനെ എന്നെ കൊച്ചാക്കിയൊന്നും വേണ്ട, കുറച്ച് നാളായിട്ട് അടുക്കളയിൽ കയറിയില്ല എന്ന് കരുതി എനിക്ക് പാചകമൊക്കെ അറിയാമെന്ന് പറയുകയാണ്. അന്നേരം ജഗദീപ് മനസ്സിൽ പറയുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ട് വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് മസാലയുടെ മണം വരുന്നുണ്ടെന്നൊക്കെ ജഗദീപ് പറയുകയാണ്. തുടർന്ന് എല്ലാം കഴിഞ്ഞ ശേഷം സുസ്മിത പറയുന്നുണ്ട്, മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ടെന്ന്. അന്നേരം എനിക്ക് കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ കറിവേപ്പിലയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് പ്ലേറ്റിൽ വെച്ചിട്ട് ജഗദീപിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ജഗദീപാണെങ്കിൽ തൊഴുത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഭാര്യയുടെ കൈ കൊണ്ട് പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, മിന്നിച്ചേക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വയ്ക്കുകയെന്ന് പറയുകയാണ്. അന്നേരം സുസ്മിത ഇത് പ്ലേറ്റൊക്കെ വെച്ച് മൂടിയാണ് കൊണ്ടുവരുന്നത്. അന്നേരം ഇതെന്താ മൂടിയൊക്കെ വെച്ചിരിക്കുന്നതെന്ന്. അന്നേരം ഒരു ചേഞ്ച് ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് സുസ്മിത ആകെ അങ്ങ് സന്തോഷത്തിൽ നിൽക്കുകയാണ്. അന്നേരം എന്തായാലും ഞാൻ പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ജഗദീപ് ഇതങ്ങോട്ട് തുറക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഭയങ്കര സന്തോഷത്തോടു കൂടി ജഗദീപ് അതങ്ങോട്ട് തുറക്കുമ്പോൾ ജഗദീപിൻ്റെ മുഖഭാവം മാറുകയാണ്. ഇതെന്തോന്ന് കരിഞ്ഞ മീന എന്ന് ചോദിക്കുമ്പോൾ സുസ്മിതയുടെ സന്തോഷമൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ സുസു നീ ആണെങ്കിൽ വലിയൊരു പാചക മത്സരത്തിനാണ് പോകുന്നത്, ചേരുവകളും വേവും ഒക്കെ കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ നീ അതിൽ ജയിക്കത്തൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഇത് അല്പം കരിഞ്ഞെന്നല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സുസ്മിത പറയുമ്പോൾ ജഗദീപ് വീണ്ടും തർക്കിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ചിറ്റമ്മൻ പറഞ്ഞ ഷെഫിനെ കാണാനായിട്ട് പോവുകയാണ്, അദ്ദേഹം നല്ല കറക്റ്റായിട്ട് പറഞ്ഞ് എന്നെ പഠിപ്പിച്ച് തരുമെന്ന് പറഞ്ഞിട്ട് ജഗദീപിൻ്റെ കയ്യിൽ നിന്ന് ആ നോട്ടീസ് വാങ്ങിച്ചുകൊണ്ട് സുസ്മിത അങ്ങ് ദേഷ്യത്തോടെ പോവുകയാണ്. അന്നേരമാണെങ്കിൽ ജഗദീപ് ഈ മീൻ ഇങ്ങനെ നോക്കിയിട്ട് ഈ മീൻ ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഒന്നുകിൽ ആ ഷെഫിൻ്റെ ജോലി തെറിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ജോലി മതിയാക്കി രാജ്യമേ വിട്ടു പോകും ഇവളെ പഠിപ്പിച്ചാൽ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇതൊരു വലിയ മത്സരമാണല്ലോ, നല്ല ഭീമമായ തുകയുണ്ട്, ഇത് ആർക്ക് കിട്ടും, എന്തായാലും കടുത്ത മത്സരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ മീനും നോക്കി ജഗദീപ് ഇരിക്കുന്നുണ്ട്. ഇതേസമയം വിഷ്ണുവും കമലിനും കൂടി സുബൈർക്കായെ കാണാൻ ചെല്ലുന്നുണ്ട്. അന്നേരം അച്ഛനെ കാര്യം പറഞ്ഞോ എന്നിങ്ങനെ കമലം പറയുകയാണ്. അന്നേരം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടി എടുത്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് വിഷ്ണു പറയുമ്പോൾ ലോറിയോ എന്നിങ്ങനെ സുബൈർക്ക ചോദിക്കുന്നുണ്ട്. അല്ല, ഒരു ഓട്ടോറിക്ഷ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്താ അത് മതിയായി, ലോറിപ്പണി മതിയാക്കി ഓട്ടോ ഓടിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ല, ഈ ഒരു സംഭവം കൊണ്ട് ഇക്കയ്ക്ക് ഉണ്ടായ നഷ്ടം എന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ നഷ്ടത്തെക്കുറിച്ച് ഓർത്തൊന്നും നീ വിഷമിക്കേണ്ട, നിനക്ക് ഇഷ്ടമുള്ള പണി ഏതാണോ അത് തിരഞ്ഞെടുക്കുക, അത് ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാനൊരു ഓട്ടോ വാങ്ങി തന്നാൽ മതിയോ എന്നിങ്ങനെ സുബൈർക്ക ചോദിക്കുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട, എന്നെ ബാങ്കിലൊന്ന് പരിചയപ്പെടുത്തി തന്നാൽ മതി, അപ്പോൾ ഒരു ലോൺ എടുക്കാനുള്ള സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഓട്ടോ ഓടി അത് കുറേശ്ശെയായിട്ട് അടച്ചു തീർത്തോളാം എന്ന് പറയുകയാണ്. അന്നേരം സുബൈർക്ക പറയുന്നുണ്ട്, ഞാൻ വിളിച്ച് പറയുന്നതിനേക്കാൾ പിന്നെ ഒരു ഫോൺ കോളിൻ്റെ, ജില്ലാ കളക്ടറുടെ ഒരു ഫോൺ കോളിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഓട്ടോ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് തരും എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട്. അന്നേരം പിന്നെ കമലം പറയുക, അല്ലാതെ പിന്നെ മറ്റാരെങ്കിലും പറഞ്ഞ് പിന്നെ ആ കുട്ടിയുടെ ചെവിയിലെത്തിയാൽ എന്തെങ്കിലും വിഷമാവും എന്നിങ്ങനെ പറയുന്നുണ്ട് സുബൈർക്ക. അന്നേരം കമലം പറയുന്നുണ്ട്, അത് സുബൈർക്കായ്ക്ക് ഏട്ടത്തിയമ്മയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്, മാന്യമായ എന്ത് ജോലി ചെയ്യുന്നതോടെ ഏട്ടത്തിയമ്മ കൂട്ടു നിൽക്കത്തേ ഉള്ളൂ, ആശാനും അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്, മലയാളത്തിൽ എന്താണ് പറയുക, ഒരു അപകർഷതാബോധം എന്നിങ്ങനെ കമലം പറയുകയാണ്. അന്നേരം അതുകൊണ്ടാണ് ആശാൻ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ സുബൈർക്ക പറയുന്നുണ്ട്, ബാങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം, സൗകര്യം പോലെ ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കമലിനോടും പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഇവനും കൂടി ഒരു ഓട്ടോ എടുക്കാം, ഞാൻ ഓട്ടോ സംഘടിപ്പിച്ച് തരാം, വാടക കൃത്യമായിട്ട് കൊണ്ട് തന്നാൽ മതി എന്ന് പറയുകയാണ്.
അന്നേരം കമലം പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ആലോചിക്കാം, ആദ്യം ആശാൻ ഓട്ടോ എടുക്കട്ടെ, പിന്നെ വല ഇരിക്കുമ്പോൾ തല ഇരിക്കുമ്പോൾ വാല ആടരുതല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇനി മുതൽ ഓട്ടോ വിഷ്ണു എന്നിങ്ങനെ സുബൈർക്ക പറഞ്ഞിട്ട് സുബൈർക്ക അങ്ങ് പോവുകയാണ്. അന്നേരം വിഷ്ണുവിനെ ആകെപ്പാടെ ഒരു ത്രില്ലടിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം ഓട്ടോ രണ്ടുപേർക്കും ഒരു സ്റ്റാൻഡിൽ കിടന്ന് ഓടാമല്ലോ എന്നൊക്കെ നേരത്തെ സുബൈർക്ക പറയുന്നുണ്ട്. അതിനുശേഷമാണ് വിഷ്ണുവിന് മാത്രമായിട്ടുള്ളത് അവിടെ തീരുമാനമാകുന്നത്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ ഓട്ടോകൾ ഇങ്ങനെ നിരന്തരമായിട്ട് കിടക്കുന്നതും ഒക്കെ ആലോചിച്ച് വിഷ്ണു ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. ഇതേസമയം ശാന്തയാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം ശാന്ത ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ശാലിനിയുടെ വണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ശാന്തയെ നടന്നു വരുന്നത് കണ്ടിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, അയ്യോ ശാന്തേച്ചിയാണല്ലോ വരുന്നത്, ഇനി അമ്മയുമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാകുമോ, എന്തെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ശാന്ത ചോദിക്കുന്നുണ്ട്, എന്തിനാ വന്നത്, അമ്മ അകത്തുണ്ട്, എന്തെങ്കിലും പറയാനാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഇനി നിങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്ക് കൂടണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ശാന്ത അങ്ങ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ശാരദാമ്മ ആണെങ്കിൽ അകത്തുനിന്ന് ഓടി ഇറങ്ങി വന്നിട്ട് ആ ശാന്ത എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവരെങ്ങനെ കൂട്ടായി, പിന്നെ ശാന്തേച്ചി എപ്പോഴും ഇങ്ങോട്ടത്തേക്ക് വന്നതെന്നും പറഞ്ഞ് ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ ശാലിനി നിൽക്കുകയാണ്. അന്നേരമാണെങ്കിൽ പിന്നെ ശാന്തയാണെങ്കിൽ ശാരദാമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്, ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്, ഞാനുണ്ടെന്നുള്ള ബലത്തിൽ ഓർഡറൊക്കെ പിടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയെ ചോദിക്കുകയാണ്, നിങ്ങളെങ്ങനെ കൂട്ടായും ചോദിക്കുമ്പോൾ അതിന് ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും കൂടിയില്ലല്ലോ, എനിക്ക് ശാന്തയെ പണ്ട് എത്ര വർഷമായിട്ട് അറിയാവുന്നതാണ്, ശാന്തയുടെ കാര്യങ്ങളും ഒക്കെ അറിയാം, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങൾ വഴക്ക് കൂടി എന്നിങ്ങനെ കണ്ടപ്പോൾ അത് വിശ്വസിച്ച നിങ്ങളാണ് മണ്ടന്മാർ, ജില്ലാ കളക്ടർക്ക് മാത്രമല്ല കളക്ടറുടെ അമ്മയ്ക്കും ബുദ്ധിയുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴും ശാലിനിക്ക് മനസ്സിലാവുന്നില്ല. അന്നേരം ശാന്ത പറയുകയാണ്, പിന്നെ നമ്മുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളും അഭിനയിച്ചങ്ങ് ഫലിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അഭിനയോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോഴാണ് പിന്നെ ശാരദാമ്മ അവിടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അന്ന് പിള്ള വന്നിട്ടാണ് പറഞ്ഞത് ശാരദാമ്മയ്ക്ക് ഇവിടെ എല്ലാം കിട്ടുന്നത് പണി അറിയാവുന്നത് കൊണ്ടും ശാന്തയെപ്പോലുള്ള ജോലിക്കാരുള്ളത് കൊണ്ടും എന്നുള്ളതൊക്കെയാണെന്നുള്ളത്. തുടർന്നാണ് ഈ പിള്ള ഇങ്ങനെ ഒരു ഐഡിയ അവിടെ പറയുന്നത്, ശാന്തയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പോയിട്ട് ശാന്ത അവിടെ സത്യഭാമയ്ക്ക് സഹായിയായിട്ട് ചെല്ലുക എന്നുള്ളത്. ശാരദാമ്മയോട് വഴക്കിട്ട് ചെന്നാൽ മാത്രമേ സത്യഭാമ സ്വീകരിക്കുകയുള്ളൂ എന്നതും പിള്ള പറഞ്ഞ ഒരു ഐഡിയ അനുസരിച്ചാണ് ഇവർ മനഃപൂർവ്വം അവിടെ വഴക്കുണ്ടാക്കുന്നതും അതിനുശേഷം പോകുന്നതൊക്കെ. ഈ സംഭവങ്ങളൊക്കെ അവരോട് പറയുകയാണ്. എന്നാലും നിങ്ങളെല്ലാവരെയും പറ്റിച്ചു കളഞ്ഞല്ലോ, ഞങ്ങളൊക്കെ വിശ്വസിപ്പിച്ച് കളഞ്ഞല്ലോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നിൻ്റെ അമ്മ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ, ഞാനുമായിട്ട് വഴക്കിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മ ശാന്തയെ എന്തായാലും കൂടെ നിർത്തില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം കൊള്ളാൻ രണ്ടുപേരുടെയും ബുദ്ധി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഓർഡറൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫുഡ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോവുകയാണ് എന്നിങ്ങനെ ശാന്ത പറയുമ്പോൾ പരിശുദ്ധം കറി മസാല നടത്തുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. അന്നേരം ശാന്ത ചോദിക്കുന്നത് ശാരദാമ്മയും പങ്കെടുക്കുന്നുണ്ടോ എന്ന്. അന്നേരം അവരിവിടെ വന്നിരുന്നു ഇത് പറഞ്ഞ്, പക്ഷെ ഞാനെങ്ങും ഇല്ല, അപ്പോഴേ ഞാനെങ്ങും ഇല്ല എന്ന് പറഞ്ഞു. ഇനി സത്യാമ്മ കൂടി പങ്കെടുക്കുന്നെങ്കിൽ ആ പരിസരത്തോട്ടേ ഞാനില്ല. ഒരിക്കലാണെങ്കിൽ മുൻപ് ഇവളുടെ കല്യാണത്തിന് മുൻപ് ഒരു ഇങ്ങനെ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് അന്ന് വെറുതെ പിന്നെ അടുത്തുള്ളവരുടെയൊക്കെ വായിരിക്കുന്നത് കേട്ട് എന്തിനാണ് അവരുടെയൊക്കെ വിരോധത്തിന് പാത്രമാകുന്നത്, അതുകൊണ്ട് ഞാനെങ്ങും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് വന്ന് വിളിച്ചിട്ട് ശാരദാമ്മ അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരമാണെങ്കിൽ വീണ്ടും ശാലിനി അവിടുത്തെ കാര്യങ്ങളും എല്ലാമൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പാവമാണ്, മുൻ ശുണ്ടിയും കോപവും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ആളൊരു പാവമാണ് എന്നിങ്ങനെ സത്യാമ്മയെക്കുറിച്ച് ശാന്ത പറയുന്നുണ്ട്. അന്നേരം എല്ലാ സത്യാമ്മയായിട്ട് വരുത്തി വെച്ചതല്ലേ എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പോൾ എല്ലാം പോയതിൻ്റെയൊക്കെ ഒരു അങ്കലാപ്പൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ഇതിൽ സത്യാമ്മ പങ്കെടുക്കുന്നുണ്ടോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ഉണ്ട്, പങ്കെടുക്കുന്നുണ്ട്. രാഘവൻ സാറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. അവർ ചികിത്സയ്ക്ക് ഒരുപാട് പണം ചിലവാകും, പക്ഷേ അതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. തുക കിട്ടിയാൽ അതൊരു ആശ്വാസമാവുമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം എല്ലാം സത്യാമ്മയായിട്ട് വരുത്തി വെച്ചതല്ലേ, വിഷ്ണുവേട്ടനെ പോലും ഒന്ന് ഇടപെടാനായിട്ട് സമ്മതിക്കില്ല എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണു കുഞ്ഞിനോട് പോലും പറഞ്ഞിട്ടില്ല ഇത്രയും തുകയും ഒക്കെ ചിലവാകുമെന്നുള്ളത്, ആളൊരു വാശിക്കാരിയാണ് എന്ന് ഇങ്ങനെ പിന്നെ പറയുന്നുണ്ട്. തുടർന്ന് സംസാരിച്ചിങ്ങനെ ഉമ്മറത്തേക്ക് കയറുന്നുണ്ട്, ശാലിനിയുടെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. തുടർന്ന് പറയുകയാണ് ശാരദാമ്മ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു, ശാരദാമ്മയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു മത്സരമായേനെ എന്നിങ്ങനെ ശാന്ത പറയുമ്പോൾ അതാണ്, അമ്മയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ മത്സരം ഉണ്ടാകുമ്പോഴല്ലേ വാശി കൂടുകയുള്ളൂ, രണ്ടുപേരും കൂടി മത്സരിക്കുന്ന നാട്ടുകാർക്കും ഒരു കാഴ്ചയായിരുന്നു. എന്തായാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കട്ടെ, അമ്മയെ കൊണ്ട് മത്സരിപ്പിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. ആ സത്യഭാമയ്ക്കൊരു വീറും വാശിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് ശാലിനിയും ശാന്തയും ഒക്കെ അങ്ങനെ പറയുന്നത്. ഇതേസമയം അകത്തു നിന്നും ശാന്തയെന്ന് ഇങ്ങനെ ശാരദാമ്മ വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞിട്ട് ശാന്ത അകത്തേക്ക് പോകുന്നുണ്ട്.
അപ്പോൾ എന്തായാലും മത്സരം ഉറപ്പാണ് എന്നാലോചിച്ചുകൊണ്ട് ശാലിനി അവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രാത്രിയാണെങ്കിൽ ശാരദാമ്മ റൂമിൽ ഇങ്ങനെ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജനലിനടുത്ത് കൂടി വന്ന് ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇത് സംസാരിക്കാൻ എന്നോണം തന്നെ അകത്തേക്ക് കയറിയിട്ട് രാത്രി എന്താ അമ്മ കഴിക്കാമെന്ന് ചോദിക്കുമ്പോൾ ബീട്രൂട്ട് തോരനുണ്ട്, പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ട ബീട്രൂട്ട് തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇന്ന് ബീട്രൂട്ട് മയമാണ് മൊത്തം, ശാരദാമ്മയുടെ സ്പെഷ്യലാണ് അല്ലേ, അപ്പോൾ ഇത് ഞങ്ങൾ മക്കൾക്ക് എന്തായാലും ഭാഗ്യമുണ്ട്, ഇതൊക്കെ ശാരദാമ്മയുടെ കൈപുണ്യം നമുക്കൊക്കെ അറിഞ്ഞ് കഴിക്കാമല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അമ്മ, ഈ അമ്മയുടെ കൈപുണ്യമാണെങ്കിൽ ഈ കേരളക്കര അല്ലെങ്കിൽ ഈ നാട് മാത്രം അറിഞ്ഞാൽ മതിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എല്ലാവരെയും ഒന്ന് അറിയിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ നീ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുകയാണല്ലോ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. അല്ല അമ്മേ, ഞാൻ കോമ്പറ്റീഷൻ്റെ കാര്യമാണ് പറയുന്നത്. സത്യാമ്മയൊക്കെ പങ്കെടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അമ്മയെ കൂടി പങ്കെടുപ്പിക്കാനായിട്ട് എനിക്കൊരാഗ്രഹം എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ശാലിനിയെ തന്നെ ഉഴപ്പിച്ച് നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ശാലിനി അവിടെ സമ്മതിപ്പിക്കുമായിരിക്കും ശാലിനിയും ശാരദാമ്മയും പങ്കെടുക്കാമെന്നുള്ളത്. അപ്പോൾ അവിടെ സത്യഭാമയും ശാരദാമ്മയും സുസ്മിതയും കൂടിയുള്ളൊരു മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡിൽ കാണാം. അപ്പോൾ വിഷ്ണു എന്തായാലും ഇനി ഓട്ടോ വേഷത്തിലേക്കാണ് പോകുന്നത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.